തുടരെ തോൽവികൾ ഏറ്റുവാങ്ങിയിരുന്ന മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഇതാ വിജയപ്പടവുകൾ കയറുകയാണ്. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കളിച്ച മത്സരമടക്കം അവസാനം കളിച്ച 4 മത്സരങ്ങളിലും തുടർച്ചയായി വിജയം നേടി പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ഇനിയും മുംബൈയെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല. മുംബൈയുടെ മുൻ നായകനും മുംബൈ പ്രധാന ബാറ്റിംഗ് കരുത്തുമായ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ഇതാ ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള മത്സരത്തിലും ഇന്നത്തെ മത്സരത്തിലും തുടർച്ചയായി അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. ഒപ്പം സൂര്യകുമാർ യാദവും തന്റെ പഴയ മികവിലേക്ക് എത്തിയിരിക്കുന്നു. അതോടുകൂടി മുംബൈയുടെ ബാറ്റിംഗ് അതിശക്തമായിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു തീരുമാനം അക്ഷരാർത്ഥത്തിൽ മുംബൈക്ക് ഫലം കണ്ടു. പേരുകേട്ട വെടിക്കെട്ട് ബാറ്റർമാരെല്ലാം ഹൈദരാബാദിനെ ചെറിയൊരു സ്കോറിൽ തന്നെ അവർക്ക് എറിഞ്ഞൊതുക്കാൻ സാധിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത SRH 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് മാത്രമാണ് നേടിയത്. ആദ്യത്തെ 5 ഓവർ കഴിയും മുമ്പ് തന്നെ SRHന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ബാറ്റർമാരും കൂടാരം കയറി. ഒരു വേളയിൽ SRH 100 റൺസ് പോലും കടക്കുമെന്ന് സംശയമായിരുന്നു. പക്ഷേ വിക്കറ്റ് കീപ്പർ ഹെൻറിച്ച് കാസന്റെയും അഭിനവ് മനോഹറിന്റെയും ക്രൂഷ്യൽ ഘട്ടത്തിലുള്ള മനോഹരമായ കൂട്ടുകെട്ടാണ് SRHനെ വലിയൊരു നാണക്കേടിൽ നിന്നും രക്ഷിച്ച് 143 എന്ന ഒരു മാന്യമായ സ്കോറിലേക്ക് എത്തിച്ചത്. ഇരുവരും ചേർന്ന് 63 പന്തിൽ 99 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. SRHന് വേണ്ടി ക്ലാസൻ 44 പന്തിൽ 9 ഫോറും 2 സിക്സും അടക്കം 71 റൺസ് നേടിയപ്പോൾ അഭിനവ് മനോഹർ 37 പന്തിൽ 2 ഫോറും 3 സിക്സും അടക്കം 43 റൺസും നേടി. ബാക്കി ആർക്കും തന്നെ തിളങ്ങാനായില്ല. മുംബൈ ഇന്ത്യൻസ് ബൗളർമാരെല്ലാം SRH ബാറ്റർമാരെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി. മുംബൈക്ക് വേണ്ടി ട്രെന്റ് ബോൾട്ട് 4 ഓവറിൽ 26 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് നേടിയപ്പോൾ ദീപക് ചാഹർ 2 വിക്കറ്റും ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗ് കരുത്തിൽ വളരെ അനായാസം ലക്ഷ്യം മറികടന്നു. തുടക്കം മുംബൈക്ക് റിക്കൾട്ടന്റെ വിക്കറ്റ് നഷ്ടമായെങ്കിലും പിന്നീട് രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗാണ് കണ്ടത്. 46 പന്തിൽ 8 ഫോറും 3 സിക്സും അടക്കം 70 റൺസാണ് രോഹിത് ശർമ്മ നേടിയത്. സൂര്യകുമാർ യാദവ് 19 പന്തിൽ 5 ഫോറും 2 സിക്സും അടക്കം പുറത്താകാതെ 40 റൺസും നേടി. കൂടാതെ വിൽജാക്സ് 19 പന്തിൽ 2 ഫോറും 1 സിക്സും അടക്കം 22 റൺസും നേടുകയുണ്ടായി. അങ്ങനെ മുംബൈ ഇന്ത്യൻസ് 15.4 ഓവറിൽ 144 എന്ന വിജയലക്ഷ്യം മറികടന്നു. ഇതോടെ വലിയ കുതിപ്പാണ് പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് നടത്തിയത്. 7-ാം സ്ഥാനത്ത് നിന്നും 3-ാം സ്ഥാനത്തേക്കാണ് കുതിച്ചെത്തിയത്. ഇനി മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ കാര്യങ്ങൾ എളുപ്പമാണ്.